أعوذ بالله العظيم وبوجهه الكريم وسلطانه القديم من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الواحد القهار العزيز الغفار مكور الليل على النهار لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار. أشهد أن نبينا محمد صلى الله عليه وسلم رسول الله سيد الأولين والآخرين وخاتم الأنبياء والمرسلين وحبيب رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചത്തിന്റെ അധിപനായ ലോക സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൃത്യമായി ജീവിതത്തിൽ പാലിച്ച് മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കണമെന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധമായ റമദാനിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. 2 മാസം ചില്ലറയും മാത്രമാണ് നമ്മുടെ മുന്നിൽ പരിശുദ്ധ റമദാനിന് ബാക്കിയുള്ളത്. അടുത്ത ആഴ്ചയോടുകൂടി റജബ് മാസത്തിലേക്ക് വിശ്വാസികൾ പ്രവേശിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമായിട്ടെണ്ണിയ മാസമാണ് റജബ്. പക്ഷേ ആ റജബുമായി ബന്ധപ്പെട്ട് ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇന്ന് മുസ്ലിം സമൂഹത്തിൽ കടന്നുകൂടിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ഒരു വിഷയത്തെ സംബന്ധിച്ച് അടുത്ത ആഴ്ചയിൽ നമുക്ക് സംസാരിക്കാം.
ഈ റജബിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ തിളക്കമാർന്ന നമ്മുടെ അഖീദയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുന്നത്, അഥവാ ഇസ്റാ മിഅ്റാജ് നടക്കുന്നത് ഈ റജബിലാണ് എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു ആദരവായിരുന്നു ഇസ്റാഉം മിഅ്റാജും. തന്റെ വീട്ടിലെ ഐശ്വര്യവും സമാധാനവും ആയിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹയും തന്റെ സംരക്ഷകനായ അബൂ ത്വാലിബും മരണപ്പെട്ട ആമുൽ ഹുസ്ൻ അഥവാ ദുഃഖവർഷം എന്ന പേരിൽ അറിയപ്പെട്ട ഹിജറയ്ക്ക് 3 വർഷം മുമ്പ് നടന്ന സംഭവമാണ് ഇസ്റാഉം മിഅ്റാജും. ഒരു രാത്രിയിൽ മക്കയിൽ നിന്ന് ആ കാലഘട്ടത്തിൽ 1 മാസത്തോളം യാത്രാദൂരമുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്കും അവിടെ നിന്ന് 7 ആകാശങ്ങൾക്കപ്പുറമുള്ള സിദ്റത്തുൽ മുൻതഹ വരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോവുകയും അവിടെ വെച്ച് പല അത്ഭുത കാഴ്ചകൾ പ്രവാചകന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരമാലകൾ പോലെ മേൽക്കുമേൽ കടന്നുവന്ന പ്രയാസത്തിന്റെ സന്ദർഭം, പരീക്ഷണത്തിന്റെ കയ്പുനീര് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയം താൻ കൊണ്ടുവന്ന ആദർശത്തെ മക്കയിലുള്ള ആളുകൾ അവഗണിക്കുകയും തനിക്കെതിരെ എന്തും ചെയ്യാൻ മുശ്രിക്കുകൾ ധൈര്യം കാണിച്ചു നിൽക്കുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ വലിയ ആശ്വാസമായിരുന്നു ഇസ്റാഉം മിഅ്റാജും. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ പേരിലുള്ള അധ്യായം ഇസ്റാ എന്ന ആ സൂറത്തിലെ 1-ാമത്തെ ആയത്തിൽ അല്ലാഹു ആ കാര്യം വിശദീകരിക്കുന്നുണ്ട്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലാ ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സാ. മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് നിശായാത്ര ചെയ്യിപ്പിച്ച തന്റെ ദാസനെ ഒരു രാത്രിയിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് നിശായാത്ര ചെയ്യിച്ചവൻ എത്ര പരിശുദ്ധനാണ്. അല്ലദീ ബാറക്നാ ഹൗലഹു, അതിന്റെ പരിസരങ്ങളതാ ബാറക്നാ നാം അനുഗ്രഹീതമാക്കിയിരിക്കുകയാണ്. ലിനുരിയഹു മിൻ ആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ, തീർച്ചയായും ആ റബ്ബദാ എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹോദരങ്ങളെ ഒറ്റ രാത്രിയിൽ അല്ലാഹു കൊണ്ടുപോവുകയാണ്. 1000 ചില്ലാനോളം കിലോമീറ്റർ ദൂരമുള്ള ഈ യാത്ര ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരിക്കലും സാധ്യമല്ലാത്ത ഒന്ന്. ഒരൊറ്റ രാത്രി കൊണ്ട് ഇത് സംഭവിക്കുന്നു. അത്ഭുതകരമായ ഈ യാത്രക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരവും മനസ്സും അല്ലാഹു തആല ഒരുക്കി കൊടുത്തു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഫുരിജ സഖഫി വഅന ബിമക്ക. ഞാൻ മക്കയിലായിരിക്കെ എന്റെ വീടിന്റെ മേൽക്കൂരയിൽ ഒരു വിടവുണ്ടാക്കപ്പെടുകയുണ്ടായി.
അങ്ങനെ ഫനസല ജിബ്രീലു അലൈഹിസ്സലാം, അതിലൂടെ ജിബ്രീൽ അലൈഹിസ്സലാം അതിലൂടെ ഇറങ്ങി വന്നു. ഫഫറജ സ്വദ്രി, എന്നിട്ട് എന്റെ നെഞ്ചതാ കീറുകയാണ്, എന്റെ നെഞ്ച് കീറി വിടർത്തുകയാണ്. സുമ്മ വസലഹു ബിമായി സംസം, പിന്നീടതാ സംസം വെള്ളം കൊണ്ട് തന്റെ ഹൃദയത്തെ കഴുകി വൃത്തിയാക്കി. പ്രവാചകന്റെ ഹൃദയം എടുത്ത് സംസം വെള്ളം എടുത്ത് എന്ത് ചെയ്തു? പ്രവാചകന്റെ ഹൃദയം എടുത്ത് വൃത്തിയാക്കാണ് ജിബ്രീൽ അലൈഹിസ്സലാം. സുമ്മ ജാഅ ബിത്വസ്തിൻ മിൻ ദഹബിൻ മുംതലിൻ ഹിക്മതൻ വ ഈമാനാ, പിന്നീടതാ ഹിക്മത്തും ഈമാനും നിറക്കപ്പെട്ട സ്വർണത്താലുള്ള ഒരു പാത്രം കൊണ്ടുവന്നു. ഫഅഫറഅഹാ ഫീ സ്വദ്രി, എന്നിട്ടതിന്റെ നെഞ്ചിനകത്തേക്ക് ഒഴിക്കുകയാണ്. അഥവാ ഹിക്മത്തും ഈമാനും എന്ത് ചെയ്തു? പ്രവാചകന്റെ ഹൃദയത്തിലേക്ക് ആ നെഞ്ച് കീറി ഹൃദയം പുറത്തെടുത്ത് ആ ഹൃദയത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. സുമ്മ അതുബഖഹു, പിന്നീട് അതിനെ പൂർവസ്ഥിതിയിലേക്ക് തന്നെ തുന്നിച്ചേർത്തു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അഥവാ പ്രവാചകന്റെ നെഞ്ച് കീറി ഹൃദയമെടുത്ത് ശുദ്ധീകരിച്ചു ജിബ്രീൽ അലൈഹിസ്സലാം. അതിനുശേഷം ജിബ്രീൽ അലൈഹിസ്സലാം ബുറാഖുമായി വരാണ്. എന്താ ബുറാഖ്? ഊതീതു ബിൽ ബുറാഖ്, എനിക്ക് മുമ്പിലതാ ബുറാഖ് കൊണ്ടുവരപ്പെട്ടു. വഹുവ ദാബത്തുൻ അബിയദു തവീലുൻ ഫൗകൽ ഹിമാർ വദൂനൽ ബഗ്ലി യലഉ ഹാഫിറഹു ഇൻദ മുൻതഹാ തർഫിഹി. അതൊരു വെളുത്ത മൃഗാണ്, കോവർ കഴുതയേക്കാൾ ചെറുതും സാധാരണ കഴുതയേക്കാൾ വലുതും. എന്നിട്ട് പറയാണ് യലഉ ഹാഫിറഹു ഇൻദ മുൻതഹാ തർഫിഹി, അതിന്റെ നോട്ടം എവിടേക്ക് എത്തുമോ അവിടേക്ക് അതിന്റെ കാൽപാദങ്ങളും എത്തുകയാണ്. അഥവാ ആ മൃഗം നോക്കിക്കഴിഞ്ഞാൽ ബുറാഖ് എന്ന ആ വാഹനം എന്ന മൃഗം അത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിന്റെ ദൃഷ്ടി എവിടേക്ക് എത്തുമോ അവിടേക്ക് അതിന്റെ കാലെത്തും. അതാണ് ബുറാഖ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ കയറി ബൈത്തുൽ മുഖദ്ദസിലേക്ക് യാത്രയായി. പ്രവാചകന്റെ കൂടെ ജിബ്രീൽ അലൈഹിസ്സലാമും കൂടെയുണ്ട്. എന്നിട്ടോ ഫറബതുഹു ബിൽ ഹൽഖത്തി അല്ലതി യർബിതു ബിഹിൽ അംബിയാ, നബിമാർ തങ്ങളുടെ മൃഗങ്ങളെ കെട്ടുന്ന ഭാഗത്തതാ ബുറാഖിനെ ബന്ധിക്കുകയാണ്, കെട്ടിയിടുകയാണ്. പ്രവാചകന്മാര് ഓലെ മൃഗങ്ങളെ കെട്ടുന്ന ഭാഗത്ത് ബുറാഖിനെ കെട്ടിയിട്ടു. എന്നിട്ട് സുമ്മ ദഖൽതുൽ മസ്ജിദ, എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് പ്രവേശിച്ചു. അപ്പോഴേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ള അമ്പിയാക്കളെ ആ പള്ളിയിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഫസല്ലൈതു ഫീഹി റകഅതൈൻ, ആ പ്രവാചകന്മാർക്ക് ഇമാമായി 2 റകഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ചു. അതിനുശേഷം സുമ്മ ഖറജതു ഫജാഅനി ജിബ്രീൽ അലൈഹിസ്സലാം ബിഇനാഇൻ മിൻ ഖംറിൻ വഇനാഇൻ മിൻ ലബനിൻ, ശേഷം ജിബ്രീൽ അലൈഹിസ്സലാം മദ്യത്തിന്റെയും പാലിന്റെയും 2 പാത്രങ്ങളുമായി എന്റെ അരികിലേക്ക് വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാലിന്റെ പാത്രം തെരഞ്ഞെടുത്തു. പാലിന്റെ അതേപോലെ കള്ളിന്റെ പാത്രം കാണിച്ചു കൊടുത്തു. പ്രവാചകൻ പാലിന്റെ പാത്രം തെരഞ്ഞെടുത്തു. ഖാല, അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ് അൽഹംദുലില്ലാഹില്ലദീ ഹദാക ലിൽ ഫിത്ര. ഇത് കണ്ടപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, പരിശുദ്ധ ഇസ്ലാമിലേക്ക് അങ്ങയെ മാർഗദർശനം ചെയ്ത അല്ലാഹുവിനാണ് സർവസ്തുതിയും. ലൗ അഖത്തുൽ അൽ ഖംറു വബത ഉമ്മതുക, കള്ളാണ് അങ്ങ് തെരഞ്ഞെടുത്തതെങ്കിൽ അങ്ങയുടെ അനുയായികൾ വഴിതെറ്റിപ്പോകുമായിരുന്നു. അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യാത്രാവേളയിൽ പല അത്ഭുതകരമായ കാഴ്ചകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുന്നു. അതുവരെ കണ്ടിട്ടില്ലാത്ത മസ്ജിദുൽ അഖ്സ അഥവാ ബൈത്തുൽ മുഖദ്ദസ് കാണുവാനും മറ്റുള്ള പ്രവാചകന്മാരോടൊപ്പം ഇമാമായി നമസ്കരിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ ആയത്തിലുള്ള ലിനുരിയഹു മിൻ ആയാതിന, അവന്റെ ദൃഷ്ടാന്തങ്ങൾ പലതും അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയെന്ന് ഖുർആൻ പറഞ്ഞ ആ വിഷയം മുഫസ്സിറുകൾ അങ്ങനെയാണ് അതിനെ വിശദീകരിച്ചത്.
അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പിൽ പ്രിയമുള്ളവരെ മിഅ്റാജ് കൊണ്ടുവരപ്പെട്ടു, അഥവാ ബുറാക്ക് കൊണ്ടുവന്നു. ജിബ്രീൽ അലൈഹിസ്സലാമിനോടൊപ്പം അതിൽ കയറി ആകാശ ലോകത്തേക്ക് പ്രവാചകൻ യാത്ര പോവാണ്. ഓരോ ആകാശത്തിലെത്തുമ്പോഴും അവിടെയുള്ള വാതിലുകൾ തുറക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെടുകയും ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുകയും പല നബിമാരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ച് കാണുകയുണ്ടായി. സുമ്മ ഉരിജ ബിനാ ഇല സമാഇ, എന്നെയും കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം ആകാശ ലോകത്തേക്ക് കയറിപ്പോയി. ഒന്നാം ആകാശത്തെത്തി ഫസ്തഫ്തഹ ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം വാതിൽ തുറക്കാൻ വേണ്ടി പറഞ്ഞു. ഫഖീല, അപ്പൊ ചോദിക്കാണ്, ആദം നബി അലൈഹിസ്സലാം ചോദിക്കാണ്, മൻ അൻത, ആരാന്ന് ചോദിച്ചു. അപ്പൊ ജിബ്രീൽ പറഞ്ഞു, അന ജിബ്രീൽ, ഞാൻ ജിബ്രീലാണ്. വമൻ മഅക്, ആരാണ് നിന്റെ കൂടെ വന്നിട്ടുള്ളത്? പറഞ്ഞു, എന്റെ കൂടെ വന്നത് മുഹമ്മദ് നബിയാണ്. വഖദ ബുഇസ ഇലൈഹി ഖദ ബുഇസ ഇലൈഹി. അങ്ങനെ ഫഫുത്തിഹ ലനാ, ഞങ്ങൾക്ക് വേണ്ടി ആ ആകാശത്തിന്റെ കവാടങ്ങൾ എന്ത് ചെയ്തു? ഒന്നാം ആകാശത്തിന്റെ കവാടം തുറക്കപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ഫഇദാ അന ബി ആദം, ഞാൻ ആദം നബി അലൈഹിസ്സലാമയാണ്. ഫറഹബ ബി, അങ്ങനെ ആശീർവദിച്ചു. വദഅ ലി ബിഖൈർ, ഖൈറിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു ആദം നബി അലൈഹിസ്സലാം. രണ്ടാം ആകാശത്തേക്ക് കയറി മഹാനായ ഈസാ നബി അലൈഹിസ്സലാമയെ പ്രവാചകൻ അവിടെ കണ്ടു, സംസാരിച്ചു. മൂന്നാം ആകാശത്ത് ചെന്നു, യൂസുഫ് നബി അലൈഹിസ്സലാമയെ കണ്ടു. നാലാം ആകാശത്ത് വെച്ച് ഇദ്രീൽ അലൈഹിസ്സലാമയെ കണ്ടു. അഞ്ചാം ആകാശത്ത് ഹാറൂൻ അലൈഹിസ്സലാം. ആറാം ആകാശത്ത് മൂസ അലൈഹിസ്സലാം. ഏഴാമത്തെ ആകാശത്തിലെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയമുള്ളവരെ കാണുന്നു. അങ്ങനെ ഈ പ്രവാചകന്മാരോടൊക്കെ സംസാരിച്ച് അവിടെ നിന്നും മുകളിലേക്ക് കയറിപ്പോയി. ആ സമയത്ത് ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ വിധികൾ അഥവാ ഖളാ ഖദർ, അള്ളാഹുവിന്റെ മലക്കുകൾ പേന കൊണ്ട് എഴുതുന്നതിന്റെ ശബ്ദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ചു കേട്ടു എന്ന് ഹദീസിൽ കാണാൻ പറ്റും. അങ്ങനെ 7 ആകാശങ്ങൾക്കപ്പുറമുള്ള ബൈത്തുൽ മഅമൂറിൽ പ്രവാചകൻ എത്തിച്ചേർന്നു. എന്താ ബൈത്തുൽ മഅമൂർ? ആകാശത്തിലെ കഅബയാണ്. 7 ആകാശങ്ങൾക്കും മീതെ കഅബയുടെ നേരെ മുകളിലായി സ്ഥിതി ചെയ്യുന്ന ബൈത്തുൽ മഅമൂർ, ആ ഭവനത്തിൽ പ്രിയമുള്ളവരെ ഓരോ വക്തിലും പ്രവേശിക്കുന്ന മലക്കുകളുടെ സംഖ്യാധിക്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മുസ്നദിൻ ളഹ്റഹു ഇലാ ബൈത്തുൽ മഅമൂർ വഇദാ ഹുവ യദ്ഖുലുഹു കുല്ല യൗമിൻ 70000 മലക്കിൻ ലാ യഊദൂന ഇലൈഹി. ഇത് ബൈത്തുൽ മഅമൂറാണ്. എല്ലാ ദിവസവും 70000 മലക്കുകൾ അവിടെ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് അവർ പുറത്തു പോയാൽ പിന്നീട് ഒരിക്കലും അവർ മടങ്ങി വരുന്നില്ല. ഒരു ദിവസം 70000 മലക്കുകൾ ബൈത്തുൽ മഅമൂറിൽ എത്തുകയാണ്. അവിടെ തിരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ആ മലക്കുകൾ പിന്നെ വരൂല എന്നാണ്. പിന്നെ വേറെ 70000 മലക്കുകളാ പിറ്റേന്ന് വരുന്നത്. അപ്പൊ മലക്കുകളുടെ ആധിക്യം എത്രയാണ് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയും. ഒരു ദിവസം 70000 മലക്കുകൾ അവിടെ ആരാധനാ കർമ്മം നിർവഹിക്കുന്നുണ്ട്. പിന്നീട് ഒരിക്കൽ പോലും ആ മലക്കുകൾ തിരിച്ചു പിന്നെ അവിടേക്ക് വരുന്നില്ല. സുബ്ഹാനല്ലാഹ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി വിവരിച്ചിരുന്നു. മാത്രമല്ല മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിലേക്ക് പുറഞ്ചാരിയിരിക്കുന്ന കാഴ്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു എന്നാണ്. അങ്ങനെ ആ ബൈത്തുൽ മഅമൂറിൽ നിന്ന് സിദ്റത്തുൽ മുൻതഹയിലേക്ക് ഉയർത്തപ്പെട്ടു. എന്താ സിദ്റത്തുൽ മുൻതഹ? ഇലന്തമരം എന്നതിന്റെ അർത്ഥം, ഇലന്തമരം. പിന്നെ എന്നെയും കൊണ്ട് സിദ്റത്തുൽ മുൻതഹയിലേക്ക് കയറിപ്പോയി. അതിന്റെ ഫലങ്ങള് ഹജറിലെ വലിയ തോൽക്കുടങ്ങൾ പോലെയാണ്. സിദ്റത്തുൽ മുൻതഹയിലെ
ആ ഇലന്ത മരത്തിലെ കായ്ക്കനികൾ ഹജറിലെ വലിയ തോൽക്കുടങ്ങൾ പോലെ, തോൽപാത്രം പോലെയാണ് അതിന്റെ ഫലങ്ങളുള്ളത്. അതിന്റെ ഇലകളോ വൈദാ വറഖുഹാ കആദാനിൽ ഫീല, അതിന്റെ ഇല ആനയുടെ ചെവികൾ പോലെയുണ്ട്, അത്ര വലുപ്പുണ്ട്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ആർക്കും തന്നെ പ്രവാചകൻ പറയാ അതിന്റെ സൗന്ദര്യം ഒരിക്കലും വർണ്ണിക്കാൻ സാധ്യമല്ല. അതിൽ പല തരത്തിലുള്ള നിറങ്ങളുണ്ട്. പല നിറങ്ങൾ കൊണ്ടാണത് ആവരണം ചെയ്തിട്ടുള്ളത്. ആ നിറങ്ങൾ ഏതൊക്കെയാണ് എന്ന് എനിക്ക് പറയാൻ കഴിയൂല. അത്ര ഭംഗിയാണ് സിദ്റത്തുൽ മുൻതഹ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ പഠിപ്പിച്ചു. അതിന്റെ ചാരത്താണ് ജന്നാത്തുൽ മഅവയുള്ളത്. എന്താ ജന്നാത്തുൽ മഅവ? സ്ഥിരവാസത്തിന്റെ സ്വർഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ വിവരിച്ചിട്ടുണ്ട് ആ കാര്യം. ഇവിടെ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഥാർത്ഥ രൂപത്തിൽ, അഥവാ മലക്കിന്റെ അതേ രൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ പ്രവാചകന് കാണുന്നത്. പ്രവാചകന്റെ മുമ്പില് മനുഷ്യരൂപത്തില് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. പ്രവാചകൻ മലക്കിന്റെ രൂപത്തെ കണ്ടില്ല. ഈ സിദ്റത്തുൽ മുൻതഹയുടെ അരികിൽ വെച്ച് പ്രവാചകൻ ശരിക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മലക്കിന്റെ രൂപത്തിലാണ് കാണുന്നത്. എങ്ങനെയെന്നറിയും? 600 ചിറകുകളാണ്. 600 ചിറകുകളുള്ള ജിബ്രീൽ അലൈഹിസ്സലാമിനെ യഥാർത്ഥ രൂപത്തിൽ പ്രവാചകൻ കണ്ടു. ആ സിദ്റത്തുൽ മുൻതഹയുടെ അടുത്ത് 4 നദികളുണ്ട്. 4 നദികൾ, 2 പ്രത്യക്ഷമായതും 2 ആന്തരികമായതുമാണ്. എന്താ പ്രത്യക്ഷമായത്? യൂഫ്രട്ടീസ്, ടൈഗ്രീസ് ആണെന്ന് പറയപ്പെടുന്നു. 2 ആന്തരികമായത് സ്വർഗത്തിലെ 2 നദികളാണ് എന്ന് ഹദീസിൽ കാണാൻ പറ്റും. 4 നദികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് കണ്ടു. 5 നേരത്തെ നിസ്കാരം നിർബന്ധമാക്കുന്നത് ഇവിടെ വെച്ചാണ്. ആദ്യമായി കഴിഞ്ഞ ഖുതുബയിൽ നമ്മളെ ഭാഗം ജസ്റ്റ് സൂചിപ്പിച്ചിരുന്നു. ആദ്യമായി അല്ലാഹു തആല ഈ ഉമ്മത്തിനെ നിർബന്ധമാക്കിയത് 50 വക്താണ്. മിഅ്റാജ് കഴിഞ്ഞ് തിരിച്ചു പോരുന്ന സന്ദർഭത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂസ അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടി. മൂസ അലൈഹിസ്സലാം ചോദിക്കാണ്, താങ്കളുടെ ഉമ്മത്തിന് എന്താണ് അല്ലാഹു തആല നൽകിയിട്ടുള്ളത്? പ്രവാചകൻ പറഞ്ഞു, 50 വക്ത് നിസ്കാരം നിർബന്ധാക്കി തന്നു. മൂസ അലൈഹിസ്സലാം പറഞ്ഞു, താങ്കളുടെ ഉമ്മത്തിനെ കൊണ്ട് അതൊരിക്കലും സാധ്യമല്ല. ഇത് എന്റെ സമുദായത്തിൽ ഞാൻ പരീക്ഷിച്ചതാണ്. ബനൂ ഇസ്രായേലിൽ നിന്ന് വലിയ പ്രയാസങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇലാ റബ്ബിക് ഫസ്അൽഹു അത്തഖ്ഫീഫ്, റബ്ബിലേക്ക് മടങ്ങിച്ചെന്നിട്ട് ചുരുക്കി തരാൻ പറയാന്ന് പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിലേക്ക് തിരിച്ചു ചെന്നു. ചുരുക്കി തരാൻ ആവശ്യപ്പെട്ടു. 10 കുറച്ചു കൊടുത്തു, 40 ആക്കി. 40 വക്ത് നിർബന്ധാക്കി. തിരിച്ചു വന്നപ്പോ വീണ്ടും മൂസാ നബി കണ്ടു, ചോദിച്ചു. അപ്പോഴും പറഞ്ഞു 40ഉം ഈ ഉമ്മത്തിനെ കൊണ്ട് പറ്റൂല. അങ്ങനെ തിരിച്ചു ചെന്ന് 30 ആക്കി. വീണ്ടും മടങ്ങി ചെന്നു 20 ആക്കി. അവസാനം 10 ആക്കി. 10 ആക്കി ചെന്നപ്പോഴും അവസാനം 5 ആക്കി ചുരുക്കി കൊടുത്തു. 5 ആയിട്ട് ഇങ്ങനെ മടങ്ങി വരുമ്പോ അപ്പോഴും മൂസാ നബി പറഞ്ഞെന്താണെന്നറിയോ? പ്രവാചകരെ, താങ്കളുടെ ഉമ്മത്തിന് 5 നേരത്തെ നിസ്കാരവും സാധിക്കൂലാണ്, ഇനിയും കുറച്ചു തരാൻ പറയുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖദ് റജഅതു ഇലാ റബ്ബി ഹത്താ ഇസ്തഹയൈതു മിൻഹു, ഇനി എനിക്ക് ലജ്ജ തോന്നുന്നു, ഇനി ചെല്ലാം എനിക്ക് മടി തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഇതിൽ തൃപ്തിപ്പെടുകയും ഈ 5 വക്തിൽ ഞാൻ അംഗീകരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് 5 നേരത്തെ ഫർള് നമസ്കാരം സഹോദരങ്ങളെ, സഹോദരിമാരെ നിർബന്ധമാകുന്നത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മുമ്പ് ഒരു പ്രവാചകന്മാർക്കും നൽകപ്പെട്ടിട്ടില്ലാത്ത വലിയൊരു അനുഗ്രഹം അല്ലാഹു ഈ ഉമ്മത്തിന് കൊടുത്തു എന്നാണ്. ഒന്ന്, ഫുരിദത്ത് അലൈഹി സ്വലാത്തു ഖംസ, 5 നേരത്തെ ഫർള് നിസ്കാരം മുമ്പ് ഒരു പ്രവാചകന്മാർക്കും അങ്ങനെ നിർബന്ധമാക്കപ്പെട്ടിട്ടില്ല. രണ്ടാമത്തേത് സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ ആയത്ത്.
ഏതാ? ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ എന്നുള്ള ഈ ആയത്ത്. അതൊരു വേറെ മുമ്പ് ഒരു പ്രവാചകന്മാർക്കും ഇത്തരം ഒരു അനുഗ്രഹം അല്ലാഹു കൊടുത്തിട്ടില്ല എന്നാണ്. മൂന്നാമത്തേത് വഉഫിറ ലി ഉമ്മത്തിഹി മുഖ്ഹിമാതു മാ ലം യുശ്രികു ബില്ലാഹി ശൈഅ. ശിർക്ക് ചെയ്തിട്ടില്ലാത്ത, ശിർക്ക് ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത എന്റെ ഉമ്മത്തിലെ ആളുകളുടെ പാപങ്ങളെ അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. പശ്ചാത്തപിച്ചാല് ശിർക്കില്ലേ അല്ലാഹു അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കും. ഒരു അണു ശിർക്ക് ജീവിതത്തിൽ കടന്നു വന്നാൽ പ്രിയമുള്ളവരെ അല്ലാഹു ഒരിക്കലും അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കൂല എന്ന് പ്രവാചകൻ പറഞ്ഞത്. ഇരുട്ടുള്ള രാത്രിയിൽ ഒരു കറുത്ത ഉറുമ്പ് ശരീരത്തിലേക്ക് അരിച്ചു കയറുന്നതിനേക്കാൾ ഗോപ്യമാണ് ശിർക്ക്. അങ്ങനെ അറിയാതെ ശിർക്ക് ഒരു മനുഷ്യനിലേക്ക് കടന്നു വരും. ആ ശിർക്ക് സഹോദരങ്ങളെ ഒരു അണു നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ അല്ലാഹുവിന്റെ പാപങ്ങൾ ഒരിക്കലും പുറത്തു കൊടുക്കൂല. അത് സംഭവിക്കാത്ത ഏതൊരു അടിമക്കും അല്ലാഹു പുറത്തു കൊടുക്കും. നോക്കി, നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ കഴിഞ്ഞ് ശിക്ഷാ നടപടികൾ നടപ്പിലാക്കുന്ന സമയമുണ്ട്. ഒരു അണുത്തൂക്കം തിന്മ കൂടിപ്പോയതിന്റെ പേരിൽ അല്ലാഹു ശിക്ഷിക്കുന്ന ചില ആളുകൾ, ശിർക്ക് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടല്ലോ, അവർക്കുള്ള ശിക്ഷ തീർന്നു കഴിഞ്ഞാൽ പിന്നെ സ്വർഗ്ഗമുണ്ട്. അവർ ചെയ്ത തിന്മകൾക്കുള്ള ശിക്ഷ കൊടുത്തു കഴിഞ്ഞാല് അവരെ ഹൗദില് മുക്കി അവിടെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. പക്ഷെ ജീവിതത്തിൽ ശിർക്ക് സംഭവിച്ചാല് പിന്നെ അവൻ കാലാകാലം നരകത്തിലാണ്, അവനക്ക് രക്ഷല്ല. അല്ലാഹു ആ ശിർക്കിനെ തൊട്ട് സൂക്ഷിക്കുന്ന വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു പ്രയാണത്തിൽ സഹോദരങ്ങളെ വലിയ പാഠങ്ങൾ വിശ്വാസികൾക്ക് പഠിക്കാനുണ്ട്. കൃത്യമായ പാഠങ്ങൾ ഉൾക്കൊള്ളുക, നിഷേധിക്കാതെ ആ സുന്നത്തുകളെ കൃത്യമായി നമ്മൾ അനുസരിക്കുക, പഠിക്കുക. അല്ലാഹു അങ്ങനെയുള്ള വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. തഖുല്ലാഹ ഇബാദല്ലാഹ് ഊസികും സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ചില ആളുകള് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിൽ കണ്ടു. ആ വിശ്വാസം തെറ്റാണ്. ഖദ് റഅയ്തുഹു നൂറൻ അന്നഹു അന്നാ അറാഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും റബ്ബിനെ നേരിട്ട് കണ്ണുകൾ കൊണ്ട് പ്രവാചകൻ കണ്ടിട്ടില്ല. ഒരു പ്രകാശമാണ് പ്രവാചകൻ കണ്ടത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഖാല റആഹു ബിഖൽബിഹി. പ്രവാചകൻ അല്ലാഹുവിനെ കണ്ടത് പ്രവാചകന്റെ ഹൃദയം കൊണ്ടാണ്. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു ചോദിക്കാണ്, നബിയെ ഹൽ റഅയ്തു റബ്ബക്, നിങ്ങൾ നിങ്ങളെ റബ്ബിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പ്രവാചകൻ പറഞ്ഞു, ഖാല നൂറൻ അന്നാ അറാഹു, ഞാൻ കണ്ടത് ഒരു പ്രകാശം മാത്രമാണ്. ഞാനൊരു പ്രകാശമാണ് കണ്ടത്, അള്ളാഹുവിനെ ഞാൻ നേരിട്ട് ഒരിക്കലും കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകൻ കണ്ടു എന്ന് വാദിച്ച ആളുകളെ ആയിഷ റളിയല്ലാഹു തആല അൻഹ വിമർശിക്കുന്നുണ്ട്. മൻ ഹദ്ദസക അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റആ റബ്ബഹു ഫഖദ് കദബ. ആരെങ്കിലും പ്രവാചകൻ അള്ളാഹുവിനെ കണ്ടു എന്ന് ആരെങ്കിലും വാദിക്കുന്നുണ്ടെങ്കിൽ ഫഖദ് കദബ, തീർച്ചയായും അവൻ പറഞ്ഞത് പച്ചക്കള്ളാണ്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹ ഈ ആയത്ത് സഹോദരങ്ങളെ ഓതി കൊടുക്കണം. ലാ തുദ്രികുൽ അബ്സ്വാർ വഹുവ യുദ്രികുൽ അബ്സ്വാർ. കണ്ണുകൾ അവനെ കാണുകയില്ല, കണ്ണുകൾ അവനെ കാണുകയില്ല, കണ്ണുകളെ അവൻ കണ്ടെത്തുകയും ചെയ്യുന്നു. ഒരിക്കലും ഒരാളും റബ്ബിനെന്ത് ചെയ്യൂല, ഒരു മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ടും ഒരു ജീവജാലത്തിന്റെ കണ്ണുകൾ കൊണ്ടും റബ്ബിനെ നേരിട്ട് കാണാൻ പറ്റൂല.
പക്ഷേ ആ റബ്ബ് നമ്മളെ കാണുന്നു. ഇത് അഖീദയുടെ ഭാഗമാണ്, നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇതിനെതിരായി ഒരാൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഓന്റെ അഖീദ പയച്ചു എന്നാണ്. അവന്റെ വിശ്വാസം പയച്ചു. റബ്ബിനെ ഒരാൾ കണ്ടു, പ്രവാചകൻ റബ്ബിനെ കണ്ടു എന്നൊരാൾ വാദിക്കുന്നുണ്ടെങ്കിൽ അയാളെ അഖീദനെ പയച്ചു. അയാൾ ഈ വിശ്വാസത്തിൽ നിന്ന് അയാൾ ഔട്ടാണ്. ആളുകൾക്ക് അല്ലെ നമ്മുടെ വിശ്വാസത്തിൽപ്പെട്ടൊരു വിഷയമാണ് എന്താ നിങ്ങള് ഇഹ്സാൻ അറിയോ? അല്ലെ, ഈമാൻ ഇസ്ലാം നമുക്കറിയാം. എന്താ ഈമാൻ? അല്ലെ, ഈമാൻ കാര്യങ്ങൾ 6 അല്ലെ, ഈമാൻ കാര്യങ്ങൾ നമുക്കറിയാം. ഇസ്ലാം കാര്യം നമുക്കറിയാം. എന്താ ഇസ്ലാം? ഒന്ന് ഷഹാദത്തിന്, 2 നിസ്കാരം അല്ലെ, അങ്ങനെ 5 ഇസ്ലാം കാര്യങ്ങൾ. അതൊക്കെ പഠിച്ച ആളുകൾക്ക് ഇപ്പോഴും ഇഹ്സാൻ എന്താന്ന് ചോദിച്ചാൽ അറിയില്ല. നമ്മുടെ അഖീദന്റെ ഭാഗമാണ്. എന്താ ഇഹ്സാൻ? അള്ളാഹുവിനെ നീ ആരാധിക്കണം എന്നാണ്. എങ്ങനെ? അള്ളാഹുവിനെ നീ കാണുന്നത് പോലെ. കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അള്ളാഹിനെ ആരാധിക്കേണ്ടത് എങ്ങനെയാണ്? അള്ളാഹുവിനെ ആരാധിക്കേണ്ടത് അള്ളാഹുവിനെ കാണുന്നത് പോലെയാണ്. നമ്മുടെ മുന്നിൽ അള്ളാഹ് ഉണ്ട്, ആ റബ്ബിനെ നമ്മൾ കാണുന്നു എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം റബ്ബിനോട്. ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അള്ളാഹു നിന്നെ കാണുന്നില്ലെങ്കിലും, അല്ല, അള്ളാഹുവിനെ നീ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. അതാണ് ഇഹ്സാൻ. അപ്പോൾ ഈമാനും ഇസ്ലാമും പഠിച്ച കൂട്ടത്തിൽ നമ്മൾ പഠിക്കേണ്ട കാര്യമാണ് എന്ത്? ഇഹ്സാൻ. ഈ ഒരു വിശ്വാസം പ്രിയമുള്ളവരെ നമുക്ക് ഉണ്ടാവണം. ഇത് നമ്മുടെ അഖീദയുടെ ഭാഗമാണ്, വിശ്വാസത്തിന്റെ ഭാഗമാണ്. കൂടുതൽ പഠിക്കാൻ വേണ്ടി കണ്ട ചില കാഴ്ചകൾ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, പരദൂഷണം പറയുന്ന ആളുകൾക്കുള്ള ശിക്ഷയാണ്. ലമ്മാ ഉരിജ ബി മറർതു ബിഖൗമിൻ ലഹും അദ്ഫാറും മിൻ നുഹാസിൻ യഖ്മുസൂന വുജൂഹും വസുദൂറഹും. മിഅ്റാജിന്റെ സന്ദർഭത്തിൽ ഞാൻ ചില ഖൗമിന്റെ അരികിലൂടെ ഞാൻ നടന്നുപോയി. അവർക്ക് അദ്ഫാറും മിൻ നുഹാസിൻ, അവർക്ക് ചെമ്പുകൾ കൊണ്ടുള്ള നഖങ്ങളുണ്ട്. യഖ്മുസൂന വുജൂഹും വസുദൂറഹും, അവർ ആ ചെമ്പുകൾ കൊണ്ടുള്ള നഖം കൊണ്ട് അവരുടെ മുഖങ്ങളും അവരുടെ നെഞ്ചൊക്കെ അവരിങ്ങനെ വലിച്ചു കീറുകയാണ്. ആ പ്രയാസകരമായ കാഴ്ച കണ്ടപ്പോ പ്രവാചകൻ ചോദിക്കുകയാണ്, മൻഹാ ഉലായി യാ ജിബ്രീൽ. ജിബ്രീലെ, അത് ആരാണ്? എന്തിനാണ് അവരിങ്ങനെ പരീക്ഷിക്കപ്പെടുന്നത്? എന്തിനാണ് അവരുടെ നഖം കൊണ്ട് ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുന്നത് ചോദിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, ഹൗലായി അല്ലദീന യഅകുലൂന ലുഹൂമൻ നാസ്. അവരെ മനുഷ്യന്മാരെ ഇറച്ചി നടക്കാനാണ്. മനുഷ്യന്മാരുടെ പച്ച ഇറച്ചി നടക്കുക, അഥവാ പരദൂഷണവും ഗീബത്തും നമീമത്തും പറഞ്ഞു നടക്കുന്ന ആളുകൾ. എത്ര ഗൗരവമായിട്ടാ സഹോദരങ്ങളെ നമ്മളിത് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ഖുതുബയിലെ പരദൂഷണവുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞതുകൊണ്ട് അവർ വിഷയത്തിലേക്ക് കൂടുതൽ പ്രവേശിക്കുന്നില്ല. പക്ഷെ അതൊക്കെ കേൾക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, അതൊക്കെ ഉപയോഗപ്പെടുത്തുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മറർതു ലൈലതൻ അസ്രിയ ബി അലാ ഖൗമിൻ തുഖറദു ശിഫാഹുഹും ബിമഖാരിദ മിൻ നാരിൻ. തീയിൽ നിന്നുള്ള കത്രിക കൊണ്ട് ചില ആളുകൾ അവരുടെ മുഖം ഒക്കെ ഇങ്ങനെ മുറിക്കാണ്. ഇപ്പൊ എന്താ കാരണം എന്നറിയോ? ആരാന്ന് ചോദിച്ചപ്പോ പറയാണ്, അവർ ഖുതബാഉ മിൻ അഹ്ലി ദുനിയ, ദുനിയാവിലെ ഖത്തീബുമാരാണ് അവർ. ഖത്തീബന മിമ്പർമക്കാരി ഖുതുബ പറയുന്ന ആള് മാത്രമൊന്നുമല്ല, ജനങ്ങൾക്ക് നന്മ പഠിപ്പിക്കുന്ന ആളുകളൊക്കെ ഖത്തീബാണ്. അത് വയലറിനോലും ക്ലാസ് എടുക്കണോലും UHLS എടുക്കണോലും അതേപോലെ തന്നെ എന്താണ് മിമ്പർമ കയറണോലും ജനങ്ങൾക്ക് നല്ലത് പഠിക്കും ഉസ്താദുമാരൊക്കെ അതിൽ പോടും. ജനങ്ങൾക്ക് നന്മ പഠിപ്പിക്കുന്ന ആരൊക്കെ ഉണ്ടോ അവരൊക്കെ അതിൽ പോടും. മിമ്മൻ കാനു യഅമുറൂന അന്നാസ ബിൽ ബിർരി, അവർ ജനങ്ങളോട് എന്ത് ചെയ്യുന്ന ജനങ്ങളോട് നന്മയെ കുറിച്ചൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. വയൻസൗന അൻഫുസഹും, സ്വന്തം നഫ്സിനോട് മറക്കും. ആ പഠിപ്പിക്കുന്ന നന്മയൊന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. വഹും യത്ലൂന കിതാബ്, അവിടെ അള്ളാന്റെ കിതാബ് അവർ പഠിപ്പിച്ചു, ഖുർആൻ അവർ പഠിപ്പിക്കുന്നുണ്ട്, ഹദീസ് അവർ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ആ ഖുർആനും ഹദീസും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അതാ പ്രവാചകൻ പഠിപ്പിക്കുക. അവർക്ക് ഉള്ള ശിക്ഷയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുക. അതുകൊണ്ട് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ച സഹോദരങ്ങളെ ഇതൊക്കെ സംശയമില്ലാതെ വിശ്വസിക്കുക എന്നുള്ളതാണ്. ആരെപ്പോലെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ.
അദ്ദേഹത്തിന് സിദ്ദീഖ് എന്ന പേര് കിട്ടിയത് ഈ ഒരു സംഭവത്തിലൂടെയാണ്. ഇസ്രാവും മിഅ്റാജും മുശ്രിക്കുകൾക്കിടയിൽ വലിയ ചർച്ചയായി. ചില ആളുകൾ വന്നിട്ട് പറയും, അബൂബക്കറെ, നിന്റെ കൂട്ടുകാരന് എന്തൊക്കെ വിഡ്ഢിത്ത വിളിച്ചറിയണത്, ഒറ്റ രാത്രി കൊണ്ട് ആകാശത്തിന്റെ അപ്പുറം പോയി തിരിച്ചു വന്നു എന്റെ കൂട്ടുകാരൻ പറയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനേക്കാൾ വിദൂരമായ കാര്യം പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞു. അപ്പോൾ ആ സിദ്ദീഖ് എന്നുള്ള പേര് കിട്ടിയത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സംശയമില്ലാതെ ഈ കാര്യങ്ങളൊക്കെ വിശ്വസിക്കുകയും പഠിക്കുകയും ഇതിൽ നിന്ന് കൃത്യമായ പാഠങ്ങൾ ഉൾക്കൊള്ളാനും വിശ്വാസികളായ നമ്മൾ പരിശ്രമിക്കണമെന്ന് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ പാപങ്ങളെല്ലാം വിട്ടുപുറത്തു തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും വന്ന എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഅ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഈ സദസ്സിലുണ്ട്, നമ്മുടെ കുടുംബത്തിലുണ്ട്. അള്ളാഹു അവർക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരകമായ എല്ലാ രോഗത്തിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇഹലോകത്തും പരലോകത്തും കൺകുളിർമയുള്ളവരായിട്ട് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും മാറ്റിത്തരുമാറാകട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശർക വൽ മുശ്രിക്കീൻ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.